ഒരുപക്ഷെ കേട്ടാൽ ഞെട്ടുന്ന തരത്തില് ഇപ്പോൾ ഈ ശബരിനാഥന്റെ പേര് കേട്ടപ്പോൾ ഞെട്ടിയതുപോലെ ഇവരെയൊക്കെ ഇവിടെ മത്സരിപ്പിക്കുമോ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള പേരുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതായത് അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെയാണ് ഈ കെ മുരളീധരന്റെ ഒരു മികവ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം സാധാരണ ഇത്തരത്തിലുള്ള വലിയ നേതാക്കളൊക്കെ തന്നെ ഇവിടെ മത്സരിക്കണമെന്ന് പറഞ്ഞാല് പ്രശ്നം ഉണ്ടാക്കുകയാണ് ചെയ്യുക അല്ലെ. അതെനിക്ക് പറ്റത്തില്ല, എനിക്ക് ഇവിടെ മതി, നിയമസഭ മതി, പാർലമെന്റ് മതി എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുക. അവിടെ മുരളീധരൻ ഇവരുമായിട്ടെല്ലാം ചർച്ച ചെയ്തുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം അവരെ മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിലേക്ക് എത്തുകയാണ്. അതിന് പ്രഖ്യാപനം 2 ദിവസത്തിനകത്ത് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ എന്താ പറയുക, യുവാക്കള് ഒക്കെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വലിയ രീതിയിൽ യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ മഹിളാ കോൺഗ്രസ് ഒക്കെ തന്നെ തങ്ങൾക്ക് പ്രാതിനിധ്യം വേണം എന്നുള്ളൊരു ആവശ്യം, അവകാശം ഉന്നയിക്കുമായിരുന്നു. ഇപ്പോഴ് യൂത്ത് കോൺഗ്രസിന്റെ പുതിയ നേതൃത്വം വന്നതിന് ശേഷം യൂത്ത് കോൺഗ്രസ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ആ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ നേതൃത്വം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇത്തവണ അത്തരത്തിൽ എന്തെങ്കിലും അവകാശവാദങ്ങൾ ഉന്നയിച്ചൊരു പ്രശ്നം പാർട്ടിയിൽ അല്ലെങ്കിൽ മുന്നണിയിൽ ഉണ്ടാക്കണം. അതായത് യുവാക്കൾക്ക് ഇത്ര ശതമാനം സംവരണം വേണം, അല്ലെങ്കിൽ ഇത്ര സീറ്റുകൾ വേണം എന്നൊരു ആവശ്യം ഉന്നയിച്ചാൽ അവിടെ കോൺഗ്രസിന്റെ നേതൃത്വം പെട്ടുപോകും അല്ലെ. ആ വിജയ സാധ്യത നോക്കുമ്പോൾ ചിലപ്പോൾ പരിചയസമ്പന്നരായിട്ടുള്ള മുതിർന്ന നേതാക്കളെ ആയിരിക്കും രംഗത്തിറക്കേണ്ടി വരിക. അങ്ങനെ വരുമ്പോൾ അതൊരു പ്രശ്നമാകും. അല്ലെങ്കിൽ അപ്പോൾ ഇവര് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതൃത്വം പ്രശ്നമാക്കും. അത് പാർട്ടിയിൽ പിന്നീട് മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്നത് ചെറിയ വിഷയമാണെങ്കിൽ പോലും അത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ വാർത്തകളിലേക്കൊക്കെ പോകും. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇത്തവണ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഇത് ജീവൻ മരണ പോരാട്ടമാണ്, ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് അത്തരത്തിൽ തങ്ങള് യാതൊരു അവകാശവാദവും മുന്നോട്ട് വെക്കുന്നില്ല.